നമസ്കാരം. പാതാളവും ഭൂമിയും കൈലാസവും ഒരേയിടത്ത് സ്ഥിതി ചെയ്യുന്നതായി പറയപ്പെടുന്ന ശ്രീപരമേശ്വരൻ പാർവതി സമേതനായി കൈലാസ ദർശനം കൊടുക്കുന്ന ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമികു തിരുക്കൊടുക്കുണ്ട്രനാഥ സ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ ശിവഗംഗ ജില്ലയിൽ സിംഗംപുണരിക്കടുത്തുള്ള ബിരാൻമല അടിവാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവരായ ശിവഭഗവാനും പാർവതി ദേവിയും തിരുക്കൊടുക്കുണ്ട്രനാഥർ കുയിൽമുഖ നായകി, കാശി വിശ്വനാഥർ വിശാലാക്ഷി, മങ്കേബാഗർ തേനമ്മ എന്നീ 3 നാമങ്ങളിൽ അനുഗ്രഹം ചൊരിയുന്നു. പ്രത്യേകിച്ചും സ്വരച്ചേർച്ചയില്ലാത്ത ദമ്പതികൾ ഇവിടെ വന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പോയാൽ അവർക്കിടയിൽ ഒരുമയുണ്ടാവും എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമാണിത്. തിരുച്ചി ഉച്ചിപ്പിള്ളിയാർ കോവിലും സീർഗാഴി ക്ഷേത്രവും പോലെ 3 നിലകളിലായി സ്ഥിതി ചെയ്യുന്ന മലക്കോവിലാണിത്. ബിരാൻമല എന്നത് സമുദ്രനിരപ്പിൽ നിന്നും 2500 അടി ഉയരത്തിൽ കിഴക്ക് തുടർച്ചി മലയുടെ ഒരു ഭാഗമായ മലയാണ്. മലയടിവാരത്തിലാണ് തിരുക്കൊടുക്കുണ്ട്രനാഥർ തിരുക്കോവിൽ. പാതാളം, ഭൂമി, കൈലാസം എന്നിങ്ങനെ 3 തട്ടുകളിലായി പാറയിൽ നിർമ്മിച്ചിരിക്കുന്ന കോവിലിന്റെ മല ഉച്ചിയിൽ വിനായകർ, മുരുകൻ കോവിലുകളും ഇസ്ലാമിയ ദർഗയും വേറൊരു ഭാഗത്ത് അരുണാചല സ്വാമികൾ എന്ന സിദ്ധരുടെ ജീവസമാധിയുമുണ്ട്. മലയടിവാരത്തുള്ള ഗ്രാമത്തിനും ബിരാൻമല എന്ന് തന്നെയാണ് നാമം. ഐപ്പശി മാസം മുതൽ പങ്കുനി മാസം വരെ സൂര്യൻ തന്റെ രശ്മികൾ കൊണ്ട് ഈ ക്ഷേത്രത്തിലെ തിരുക്കൊടുക്കുണ്ട്രനാഥർ ശിവലിംഗത്തിൽ അർച്ചന ചെയ്യുന്നു. തമിഴ്നാട്ടിലെ പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരം പാടലിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 195ാമത്തേതാണ് ഈ ക്ഷേത്രം. 63 നായന്മാരിൽ ഒരാളായ തിരുജ്ഞാന സമ്പന്നർ ഈ ക്ഷേത്രത്തിലെ മൂലവരെക്കുറിച്ച് ദേവാരം പാടലിൽ പതികവും അരുണഗിരിനാഥർ ഈ ക്ഷേത്രത്തിലെ മുരുകനെക്കുറിച്ച് തിരുപ്പുകഴും പാടിയിരിക്കുന്നു. പാണ്ഡ്യനാട്ട് ശിവസ്ഥലങ്ങൾ 14ൽ 5ാമത്തേതാണ് ഈ ക്ഷേത്രം. വേദാചലത്തിൽ ശിവഭഗവാനെ സന്ദർശിച്ച ശേഷം സമ്പന്നർ ഇവിടെ എത്തിയപ്പോൾ ഭഗവാൻ ശിവൻ ദൂരത്ത് നിന്നേ സമ്പന്നർക്ക് മലയായി ദർശനം കൊടുത്തു. മലയായി ദർശനം തന്ന സ്വാമിയെ എംപിരാൻമല എന്ന് വിളിച്ച് സമ്പന്നർ പതികം പാടി. അതിനാൽ ഈ മല എംപിരാൻമലയെന്നും കാലപ്പോക്കിൽ ബിരാൻമലയെന്നുമായി മാറി. ശിവലിംഗമായി കരുതപ്പെടുന്ന ഈ മലയ്ക്ക് കടോരഗിരി, പിറചന്ദ്രഗിരി എന്നും നാമമുണ്ട്. കടയേഴു വള്ളൽകൾ എന്നറിയപ്പെട്ടിരുന്ന ദാനശീലന്മാരായ 7 രാജാക്കന്മാരിൽ ഒരാളായ പാരിമന്നൻ ഭരിച്ചിരുന്ന പ്രദേശമായിരുന്നു ഇവിടം. അതിനാൽ അക്കാലത്ത് ഈ പ്രദേശം പാരീശ്വരമെന്നും ഈ മല പറമ്പുമലയെന്നും അറിയപ്പെട്ടിരുന്നു. കപിലർ, ഔവ്വയാർ, നക്കീരർ എന്നിവർ പാരിയുടെ പറമ്പുമലയെപ്പറ്റി പാടിയിട്ടുണ്ട്. പാരിക്ക് ശേഷം 1801 വരെ മരുതുപാണ്ഡ്യന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്ന ഈ കോവിലിന് മരുത് സഹോദരങ്ങൾ ധാരാളം തിരുപ്പണികൾ ചെയ്തിട്ടുണ്ട്. പാണ്ഡ്യർ കാലത്തിൽ മലക്കോവിലേക്ക് നിർമ്മിച്ച പടിക്കെട്ടുകളുടെ അവശിഷ്ടങ്ങൾ ഇന്നും ക്ഷേത്രത്തിൽ കാണാം. കാളയാർ കോവിൽ വീഡിയോയിൽ മരുതുപാണ്ഡ്യന്മാരെ പറ്റി വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ബിരാൻമലയെ പറ്റിയുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. യുഗങ്ങൾക്ക് മുമ്പ് ആദിശേഷനും വായുഭഗവാനും ഇടയിൽ ആരാണ് ഏറ്റവും ബലശാലി എന്നൊരു തർക്കമുണ്ടായതിനെ തുടർന്ന് ആദിശേഷൻ മേരുമലയെ ചുറ്റിവരിഞ്ഞു കിടന്ന് തന്നെ അടർത്തി മാറ്റാൻ വായുഭഗവാനെ വെല്ലുവിളിച്ചു. ഇരുവർക്കും തുല്യബലമായതിനാൽ വായുദേവന് ആദിശേഷനെ അടർത്തി മാറ്റാൻ പറ്റിയില്ലെങ്കിലും ശക്തിയായി കാറ്റുവീശി ഭൂമിയിൽ പലയിടത്തും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും നാശനഷ്ടങ്ങളും ഉണ്ടാക്കി. വായുദേവൻ ജീവവായു പിടിച്ചു വെച്ചതിനാൽ ഭൂമിയിൽ ജീവജാലങ്ങൾ കുഴഞ്ഞു വീണു മരിച്ചു. ഇവരുടെ ഈ മത്സരം യുഗങ്ങൾ നീണ്ടപ്പോൾ പ്രപഞ്ചം നശിക്കുമെന്ന് ഭയന്ന് ദേവഗണങ്ങൾ ഇരുവരോടും മത്സരം നിർത്താൻ ആവശ്യപ്പെട്ടു. ഇത് കേട്ട് ആദിശേഷൻ ഒന്നയഞ്ഞു. അപ്പോൾ വായുദേവൻ ശക്തിയായി കാറ്റുവീശിയതിനാൽ മേരുമലയുടെ കുറച്ചു ഭാഗങ്ങൾ ഭൂമിയിലേക്ക് അടർന്നു വീണു. അങ്ങനെ വീണ പല മലകളെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് തിരുക്കൊടുക്കുണ്ട്രം മല എന്നാണ് ഐതിഹ്യം. ഇവരുടെ ഈ അഹങ്കാരത്തിന് ശിവഭഗവാൻ ഇരുവരെയും ശപിച്ചു. വായുദേവൻ കാളഹസ്തിയിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ചും ആദിശേഷൻ തിരുപ്പാമ്പുരത്ത് തപസ്സിരുന്നുമാണ് ശാപം മാറ്റിയത്. 2000 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്ന ബിരാൻമല അടിവാരത്തിലുള്ള തിരുക്കൊടുക്കുണ്ട്രനാഥർ കോവിൽ കുണ്ട്രക്കുടി ദേവസ്ഥാനത്തിന്റെ കീഴിലാണ്. 27 വർഷങ്ങൾക്ക് ശേഷം 2019 സെപ്റ്റംബർ മാസത്തിലാണ് ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്നത്. സുമാർ 30 ഏക്കറോളം വിസ്താരമുള്ള ഈ ക്ഷേത്രത്തിൽ 3 പ്രകാരം 5 വിമാനങ്ങൾ, 6 കാൽ മണ്ഡപം, ദേവസഭാ മണ്ഡപം എന്നിങ്ങനെ പല മണ്ഡപങ്ങളും കായ്ക്കുകയും പൂക്കുകയും ചെയ്യുമെങ്കിലും പഴുക്കാത്ത ഉറങ്ക പുളിമരവുമുണ്ട്. ഇതിന്റെ ഇലകൾ രാത്രിയിൽ കൂമ്പുകയോ ഈ പുളിക്കായകൾ പഴുക്കുകയോ ചെയ്യില്ലെന്നാണ് പറയുന്നത്. അതല്ലാതെ പേരറിയാത്ത പേരില്ലാ വൃക്ഷം എന്നൊരു മരവും പാണ്ഡവ തീർത്ഥങ്ങളടക്കം പല പുണ്യതീർത്ഥങ്ങളും മലയിലുണ്ട്. കോവിലിലെ കുഷ്ഠവിലക്കി സുനെ എന്ന തീർത്ഥത്തിൽ നീരാടി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ചർമ്മരോഗങ്ങൾ മാറും എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ 5 നില രാജഗോപുരം കടന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ ഇടതുഭാഗത്ത് മൂലവർ സന്നിധി, വലതുഭാഗത്ത് ക്ഷേത്രതീർത്ഥം. പാതാളം എന്ന പ്രധാന സന്നിധിയിൽ ശ്രീപരമേശ്വരൻ, കൊടുങ്കുണ്ട്രനാഥർ, കൊടുങ്കുണ്ട്രീശ്വരർ എന്നീ നാമങ്ങളിൽ നാഗാഭരണത്തോടെ കവചമണിഞ്ഞ് സ്വയംഭൂ ശിവലിംഗമായി കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. സാധാരണ കുംഭാഭിഷേകം നടക്കുമ്പോൾ ശിലകൾക്ക് കീഴെ അഷ്ടബന്ധന മരുന്ന് വയ്ക്കാറുണ്ട്. ഇവിടെ മൂലവർക്ക് അത് ചെയ്യാറില്ല. ഭഗവാന് ആദിയും അന്തവും ഇല്ല എന്നതാണ് കാരണം. ക്ഷേത്രപ്രകാരങ്ങളിലായി 3 മുഖവും 3 കൈകാലുകളോടെ ജരദേവർ,
പനിമാറൻ ഇവിടെയുള്ള ഭഗവാന് ഭക്തർ കുരുമുളക് രസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിനായകർ, മുരുകൻ, ഗജലക്ഷ്മി, ദക്ഷിണാമൂർത്തി, ഇരിക്കുന്ന രൂപത്തിൽ നവഗ്രഹങ്ങൾ, സൂര്യൻ, 63 നായന്മാർ, സപ്തമാതാക്കൾ, ദുർഗ, രാമനാഥർ, പർവ്വതവർദ്ധിനിയമ്മൻ, സ്വക്കനാഥർ, മീനാക്ഷി, നടരാജർ എന്നിവർക്കും ശിലയുണ്ട്. തിരുവാനക്കാവിൽ ജംബുകേശ്വര ക്ഷേത്രത്തിലെ ഭഗവാനെ ദർശിക്കുന്നത് പോലെ 27 തുളയുള്ള കൽജനലിലൂടെയാണ് ഭക്തർ ശ്രീമുരുകനെ ദർശിക്കുന്നത്. ഐരാവതം സന്നിധിയിലുണ്ട്. പത്മാസുരവധത്തിൽ ദോഷമേർപ്പെട്ട മുരുകൻ ഇവിടെ രാമലിംഗം, സ്വക്കലിംഗം, ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ച് പൂജിച്ച് ശാപം മാറ്റിയതായാണ് ഐതിഹ്യം. തൈപ്പൂയത്തിൽ ഭക്തർ മുരുകന് പാൽക്കുടമെടുക്കുന്ന വഴിപാട് നടത്തുന്നു. ദേവി ശ്രീപാർവതി, കുയിൽമുഖ നായകി, അമൃതേശ്വരി എന്നീ നാമങ്ങളിൽ പ്രത്യേകം സന്നിധിയിൽ അനുഗ്രഹം ചൊരിയുന്നു. കുറച്ച് പടികൾ കയറി മേലെ പോയാൽ രണ്ടാമത്തെ നിലയായ ഭൂമി എന്ന സന്നിധിയിൽ ശ്രീപരമേശ്വരൻ കാശി വിശ്വനാഥർ എന്ന നാമത്തിലും ശ്രീപാർവതി കാശി വിശാലാക്ഷി എന്നിങ്ങനെയും അരുൾപാലിക്കുന്നു. അവിടെ ബടുക ഭൈരവർക്ക് തനി സന്നിധിയുണ്ട്. മുണ്ടാസുരനെ കൊല്ലാൻ ശ്രീപരമേശ്വരനെടുത്ത അവതാരമാണ് ബടുക ഭൈരവരെന്നാണ് ഐതിഹ്യം. അടുത്തുതന്നെ കൊല്ലിമലയിൽ കടയേഴ് വള്ളൽകളിൽ ഒരാളായ വൽവിൽ ഓരിക്ക് ശിലയുള്ളതുപോലെ ഇവിടെ മുല്ലവള്ളിക്ക് പടരാൻ തേർ കൊടുത്ത ദാനശീലനായ പാരിയുടെ ശിലയുണ്ട്. ക്ഷേത്രത്തിലെ ചിത്ര ബ്രഹ്മോത്സവത്തിൽ ഒരു നാൾ പാരി ഉത്സവം കൊണ്ടാടുന്നു. അന്നേ ദിവസം പാരിയുടെ ഉത്സവമൂർത്തി തേരിലേറി പറമ്പുമല അടിവാരത്തിൽ പോയി മുല്ലവള്ളിക്കരികിൽ തേർ നിർത്തി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു വരുന്ന വൈഭവം നടക്കുന്നു. അതിനുശേഷം മന്നൻ ജനങ്ങൾക്ക് ദാനം ചെയ്യുന്ന പടിയരിശിയളപ്പ് വൈഭവം നടത്തുന്നു. അന്നേരം ഭക്തർക്ക് അരി ദാനമായി നൽകും. ഏറ്റവും മുകളിലുള്ള ഭാഗം കൈലാസം. അത് ഒരു കുടവരക്കോവിൽ പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൈലാസത്തിൽ ശിവപാർവതിമാരുടെ വിവാഹത്തിനെത്തിയ ദേവലോകവാസികളാലും ഋഷീശ്വരന്മാരാലും ഭൂമിയുടെ സന്തുലനം തകരാറിലായപ്പോൾ അത് ശരിയാക്കാനായി നിയോഗിച്ച അഗസ്ത്യ മഹർഷിക്ക് ഭഗവാനും ഉമയമ്മയും വിവാഹവേഷത്തിൽ ദർശനം കൊടുത്ത പല ഇടങ്ങളിൽ ഇതും ഒന്ന്. കീഴ്ക്ഷേത്രങ്ങളിലെ പോലെ ബലിപീഠവും കൊടിമരവും നന്ദിയും ഇവിടെയില്ല. നന്ദി കൈലാസത്തിൽ മദ്ദളം വായിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് സങ്കല്പം. മുൻമണ്ഡപത്തിന്റെ സീലിംഗിൽ വിവാഹത്തിന് വന്ന 33 കോടി ദേവതകളുടെയും ശില്പങ്ങൾ. ശിവഭഗവാൻ ഇവിടെ ദാമ്പത്യത്തിൽ ഇരിക്കുന്നതിനാൽ അകത്ത് ആരതി കാണിക്കുകയോ വിളക്ക് തൂക്കിയിടുകയോ ഇല്ല. ഭഗവാന്റെ നാമം മങ്കേ ബാഗർ ഉമാമഹേശ്വരർ. ദേവിയുടെ തിരുനാമം തേനമ്മേ. മങ്കേ ബാഗർ ശില നവമൂലികകളാൽ തയ്യാർ ചെയ്തിരിക്കുന്നതിനാൽ ഭഗവാന് അഭിഷേകമില്ല. പൗർണമിക്ക് പുണുക് സാമ്പ്രാണി തൈലം മാത്രമാണ് ചാർത്തുന്നത്. ഈ സന്നിധിക്കുള്ളിൽ കാശിരാജൻ കൊടുത്ത ഉടയവർ ശിവലിംഗമുണ്ട്. എല്ലാ അഭിഷേകങ്ങളും ആ ശിവലിംഗത്തിന് മാത്രമാണ്. ഭഗവാൻ ഭോഗനിലയിൽ ദർശനം തരുന്നു എന്നാണ് വിശ്വാസം. ദിനവും ഒരു വേഷ്ടി എന്ന കണക്കിൽ ഭഗവാന് 16 മുഴം വേഷ്ടിയും അമ്പാൾക്ക് 16 മുഴം ചേലയും അണിയിക്കുന്നു. ഭഗവാൻ കയ്യിൽ വേദങ്ങൾ വെച്ചിരിക്കുന്നതിനാൽ വേദശിവൻ എന്നൊരു നാമവും ഭഗവാനുണ്ട്. വിദ്യാഭ്യാസ ഉന്നതിക്കും വിവാഹ സന്താന തടസ്സങ്ങൾ മാറാനും ഭക്തർ ഭഗവാനും ദേവിക്കും വെള്ള വസ്ത്രം ചാർത്തി മുല്ലപ്പൂമാല അണിയിക്കുന്നു. കുറിഞ്ഞു നിലത്തിൽ ചേർന്ന കോവിലായതിനാൽ തേൻ, തിനമാവ്, പച്ചരി ദോശ എന്നിവയാണ് ഭഗവാന്റെ നൈവേദ്യം. ക്ഷേത്രവൃക്ഷം ഉറങ്ക പുളിമരം. ക്ഷേത്രതീർത്ഥം മധുപുഷ്കരണി തേനാഴി തീർത്ഥം. മേൽക്കോവിലിൽ കാരണ ആഗമമുറിയിലും കീഴ്ക്കോവിലിൽ കാമിക ആഗമമുറിയിലുമാണ് പൂജകൾ. പൗർണമി, അമാവാസി, പ്രദോഷം, ശിവരാത്രി, ആടിപ്പൂരം, തൈപ്പൂയം, വിനായക ചതുർത്ഥി, ബ്രഹ്മോത്സവം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ. പൂജാസമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെ. മേലെക്കോവിൽ വൈകുന്നേരം 6:30 മണി വരെ തുറന്നിരിക്കും. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ സിംഗംപുണരിയിൽ നിന്ന് 7 കിലോമീറ്റർ, മേലൂരിൽ നിന്ന് 35 കിലോമീറ്റർ, മധുരയിൽ നിന്ന് 63 കിലോമീറ്റർ, കാരക്കുടിയിൽ നിന്ന് 42 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മേലൂർ, മധുര. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.